ഇവിടെ അത് പാടുന്നതിൽ തന്നെ സന്തോഷം. ഈ സന്തോഷത്തിന്റെ പ്രണയമായിട്ടുള്ള ഷോ ആണ്. നമുക്ക് കൃഷ്ണനെ ആദ്യം പ്രൊമോട്ട് ചെയ്ത പിന്നെ അതങ്ങ് ആയിപ്പോ. കൃഷ്ണനാണോ? ഈശ്വര, അങ്ങനെയൊന്നുമല്ല. ഇന്നേ വരാരും പ്രേമിച്ചിട്ടില്ല എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ. ആരും പ്രേമിച്ചിട്ടില്ലെന്നോ അതോ സന്തോഷം ആരും പ്രേമിച്ചിട്ടില്ല? അയ്യോ, അങ്ങനെ പറയുന്നത്. ഞാൻ ഒരുമാതിരിപ്പെട്ട എല്ലാരും പ്രേമിച്ചിട്ടുണ്ട്. എല്ലാരും എന്നല്ല, ഒരുമാതിരിപ്പെട്ട ആളുകളൊക്കെ എല്ലാം മനസ്സിലായി. ഈ പെൺകുട്ടികളെ വിശ്വസിക്കാൻ പറ്റും സന്തോഷം? ഞാൻ പറയട്ടെ, പ്രണയം. അപ്പൊ നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം, ഞാൻ പ്രണയം എന്ന് പറഞ്ഞാൽ എന്റെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. ആ കൺസെപ്റ്റ് എന്താന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടും. പ്രണയം എന്ന് പറയുമ്പോൾ നമ്മള് കോളേജിൽ, ഞാനത് പ്രേമിച്ചിട്ടില്ലെങ്കിലും ഞങ്ങൾക്ക് അങ്ങോട്ട് പ്രേമിച്ച് മറ്റുള്ളവർ പ്രേമിക്കുന്നത് ഞാൻ ഒബ്സർവ് ചെയ്യാറുണ്ട്. എന്ത് കാര്യം ഒബ്സർവ് ചെയ്യാറുണ്ട്. അപ്പോ മറ്റുള്ളവർ പ്രേമിക്കുമ്പോൾ അയ്യോ അങ്ങനല്ല നമ്മൾ പുറമേ നിന്ന് ഓക്കെ അത് അറിയപ്പെടുന്ന ലൈൻസിനെയൊക്കെ ഒന്ന് ഇന്റർവ്യൂ ചെയ്യും. ഞാൻ ആകെ ഒരു കാര്യം ചോദിക്കാറ്, നിങ്ങൾ എന്തുകൊണ്ട് അവരെ ഇഷ്ടപ്പെട്ടു എന്ന് അറിയാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പൊ അവര് പറയും, ചില പെൺകുട്ടികൾ പറയും ആൾക്ക് അധികം വൈകാതെ ജോലി കിട്ടും. അവള് ഇഷ്ടപ്പെടുന്ന ചങ്ങാതിക്ക് ജോലി ഇപ്പൊ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ക്യാമ്പസ് ഇന്റർവ്യൂവിൽ എടുക്കും. ചില ചങ്ങായിമാർ എടാ അവള് നല്ല ഫിഗർ അല്ലേ, അപ്പൊ ഈ ജോലി കിട്ടുന്ന പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കും എന്തെങ്കിലും കാരണത്താൽ ആ ക്യാമ്പസ് ഇന്റർവ്യൂ തഴഞ്ഞാൽ ഇവൾ അവനെ ഒഴിവാക്കും. കാരണം ഇഷ്ടപ്പെടാണ്ടായ കാരണം അവന് ജോലി കിട്ടും സത്യമാണല്ലോ. അപ്പൊ ചിലർ പറയും ആ പെണ്ണ് നല്ല ഫിഗറാ. ഞാൻ ആലോചിക്കും എന്തെങ്കിലും കാരണത്താൽ ആ പെണ്ണിന്റെ ഫിഗർ പോയി ഇവനെ അവളെ ഒഴിവാക്കും. മനസ്സിലായി? അപ്പൊ ചിലർ പറയും എന്റെ അതേ ജാതി എന്റെ മതമൊക്കെയാണ്, അപ്പൊ ഇനി കുഴപ്പമില്ല. അപ്പൊ ഞാൻ വിചാരിക്കും ആ പെണ്ണ് കളവാ പറഞ്ഞെങ്കിലും ഇവൻ ഇഷ്ടപ്പെടുന്ന ആ ജാതിയാണ്, ഇവൻ ഇഷ്ടപ്പെടുന്ന ആ നിറത്തെയാണ്, ഇവൻ ഇഷ്ടപ്പെടുന്ന ആ ജോലിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ് ഇതാണ്. ഞാൻ വളരെ അപൂർവം ഒരാളെ കേട്ടുള്ളൂ, സന്തോഷേ എനിക്ക് അവരിഷ്ടമാണ്, പക്ഷെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഇങ്ങനെ പറയുന്ന വളരെ അപൂർവം ഒരാളെ ഞാൻ കണ്ടിട്ടുള്ളൂ. അതാരാണ്? പക്ഷെ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, അതല്ലേ സത്യം. നമ്മളൊരാളെ ഇഷ്ടപ്പെടുന്നു, എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നു? അവരിതാണ്. ഞാൻ ഇപ്പൊ നമ്മളിപ്പോ ഒരു 6 മണിക്ക് ദിവസം കാണാൻ, അപ്പൊ ഓക്കെ 6 മണിക്ക് ആ വ്യക്തി വരുന്നില്ലെങ്കിൽ യഥാർത്ഥത്തിൽ അത്രയ്ക്ക് ആത്മാർത്ഥമുള്ള സ്നേഹം നമുക്ക് ആ വ്യക്തിയോട് ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഓരോ സെല്ലിലും ശരിക്കും ഇങ്ങനെ ഒരു സൂചി കുത്തും നമുക്ക് ഫീൽ ചെയ്യും. ഈ ഫീലിംഗ് ഒക്കെ ശരിക്കും മനസ്സിലാക്കിയിട്ടാ സംസാരിക്കുന്നതെന്ന് തോന്നുന്നില്ലേ? ഇപ്പൊ അവൾ 6 മണിക്ക് വന്നാൽ എന്റെ സൂചി കുത്തുവോ? അല്ല, ഞാൻ പറയുന്നത് വെച്ചാൽ ആത്മാർത്ഥ സ്നേഹം നമുക്ക് മനസ്സിലാകും. അതായത് അത് എന്തുകൊണ്ട് ഒന്നും ആവശ്യമില്ല. അതാ ഞാൻ പറയുന്നത്. അതേസമയം നിങ്ങൾ പറയുന്ന അപ്പൊ അവര് ഫിഗറാണ് എന്നാണ് നിങ്ങളുടെ ഉത്തരവെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ അത്രയൊന്നും ഫീൽ ചെയ്യണമെന്നില്ല. ഇനിയിപ്പോ അവരിപ്പോ നിങ്ങൾ വിളിച്ചത് ഇനി നമ്മൾ കാണുന്നില്ല, അല്ലെങ്കിൽ അവരെ തീരെ നീ കാണാൻ പറ്റാത്ത അവസ്ഥ, നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യാൻ തോന്നും. ഞാൻ പറയട്ടെ, ഈ സ്നേഹം അതായത് ഒരു എങ്ങനെ പറയാ, ഒരു എന്തെങ്കിലും ഒരു എക്സാമ്പിൾ വെച്ച് നിങ്ങൾ പെട്ടെന്ന് എളുപ്പത്തിൽ മനസ്സിലാവും. ഈ ഓടി നടക്കുന്ന ഒരു ചിത്രശലഭം പോലെയാണ് പ്രേമിക്കുന്നവർ. നല്ല പൂവിനെ കണ്ടാൽ അവിടെ വന്നിരിക്കും. അങ്ങനെയല്ല പറയുന്നത്. ഈ ഓടിക്കളിക്കുന്ന ചിത്രശലഭം എന്ന് പറഞ്ഞാൽ അതിലെവിടെയും ഓടാം. അതേസമയം കല്യാണവും പ്രേമം എന്നുള്ള വ്യത്യാസം, കല്യാണം എന്ന് പറയുമ്പോൾ ഒരു സൂചിയുടെ മുനയിൽ ഒരു ചിത്രശലഭത്തെ കുത്തിയ പോലെ. ഒരു പ്രേമത്തിന് ഒരിക്കലും ഒരു നിർവചനം കൊടുക്കാൻ പറ്റില്ല. ഭൂമിയിൽ ഏതെങ്കിലും ഒരാൾ പ്രേമത്തിന് നിർവചനം കൊടുത്തുകൊണ്ട് ഒരു പെണ്ണിനെ ഒരു ആണിനെ സ്നേഹിച്ചുവെങ്കിൽ അത് സ്നേഹമല്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്നുവരാരും ജെന്യുവനായിട്ട് പ്രേമിക്കാൻ പറ്റാത്തത്. കാരണം വെച്ചാൽ ഇന്ന പ്രേമം എന്ന് പറയുമ്പോൾ ഈ ഒരു അത്ര ആത്മാർത്ഥത വേണം. ഇത് കിട്ടിയാൽ കിട്ടി, ഇത് കിട്ടിയാൽ കിട്ടി. ഞാൻ പല കോളേജ് ലൈവിലും കാണുന്ന തരുമോ സന്തോഷം ഒരു തമാശ വൈച്ചാൻ കിട്ടിയാ കിട്ടിയില്ലടാ, എടാ അത് കോടീശന്റെ മോളടാ. ഓരോരുത്തർ അത് പെൺകുട്ടികളും പറയും നോക്കാം ഒരു ജോലി ഡിഗ്രി കഴിയുന്നവരെ വൈച്ചാൻ അവര് ജോലിയൊക്കെ കിട്ടി നന്നാവാണെങ്കിൽ നോക്കാം. അപ്പൊ ഞാൻ ചോദിക്കുന്ന സത്യം ഇതിലെന്ത് ഇതൊക്കെ പറഞ്ഞ് വെച്ച് ചോദിക്കാണ്, ഒരു ആത്മകഥ എഴുതിക്കൂടെ? അല്ല, ആത്മകഥ എഴുതാൻ മാത്രമുള്ള പ്രായമൊന്നും അല്ല, അങ്ങനല്ല, ഒരു ആത്മകഥയായിട്ട്. ഇതിപ്പോ ആത്മകഥ എഴുതുകയാണെന്ന് പറഞ്ഞപ്പോ ഞാനിപ്പോ എഴുതുക ആ ഒരു എന്റെ ലൈഫിൽ ഇപ്പൊ മൊത്തം ഉണ്ടായിട്ട് ഓർമ്മ വെച്ച നാളും മുതൽ ഇങ്ങോട്ട് പണ്ട് സ്കൂളിൽ പഠിപ്പിച്ച ടീച്ചർമാരെ അടക്കം ഇന്നലെ കണ്ട ഒരു കുട്ടിയെ വരെ പ്രേമിച്ച കഥയാണ് എന്റെ കഥ പറയാനുള്ളത്. ആത്മകഥ എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ അതിനിപ്പോ ഒരു പേര് കൊടുക്കാൻ പോലും ഇപ്പൊ നിങ്ങൾ പറഞ്ഞാൽ ഞാനിപ്പോ എന്താ പറയുക, ഒന്നില്ലെങ്കിൽ എന്റെ പ്രേമാന്വേഷണ പരീക്ഷണം. താങ്കൾ അങ്ങോട്ട് പ്രേമിച്ച കഥകളാണോ? ഒക്കെ അങ്ങോട്ടാണ്. അപ്പൊ താങ്കൾ ചിത്രശലഭം കുത്താത്ത ചിത്രശലഭം എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ, ഞാനതിന് പ്രേമിച്ചില്ല എന്ന് പറഞ്ഞല്ലോ. പ്രേമിക്കുകയാണെങ്കിൽ അത് അങ്ങനെ വേണമെന്നാണ്, പ്രേമിക്കുകയാണെങ്കിൽ. അപ്പൊ ഞാനിപ്പോ ഒരു ആത്മകഥ എഴുതാൻ പറഞ്ഞാൽ ഞാൻ കുറെ പെമ്പിള്ളേർ അങ്ങോട്ട് പ്രേമിച്ചു, ഇവരാരും എന്നെ ഇങ്ങോട്ട് പ്രേമിക്കാത്തായിട്ടുള്ള കഥയാണ് ഇത്. അപ്പൊ ഒന്നുകിൽ അങ്ങനെ പറയാം, അതല്ലെങ്കിൽ പറയാം സന്തോഷ് പണ്ഡിറ്റിന്റെ 101 തൂറ്റിപ്പോയ പ്രേമകഥകൾ അങ്ങനെ വേണമെങ്കിൽ പറയാം. സന്തോഷമായിട്ട് 101 കാമുകിമാർ വിളിക്കുന്നു
എല്ലാം അത് നല്ലൊരു പേരാണ്. സന്തോഷേട്ടാ സുഗതേട്ടാ സുമിത്ര വിളിക്കുന്നത്, സന്തോഷേട്ടാ 101 കാമുകർ വിളിക്കുന്നത്. ഇനി നമ്മളുടെ ജോലിയിലേക്കാണ്. വാലന്റൈൻസ് പറയാണ്ട് ഒറ്റ ഉത്തരം. ഓക്കെ. ഒരു പെൺകുട്ടി മുഖത്തടിച്ച ആദ്യത്തെ ദിവസം ഓർമ്മയുണ്ടോ? ശരിയല്ല, എനിക്ക് ഉത്തരം മനസ്സിലായി. ഓർമ്മയുണ്ട്. പ്രേക്ഷകരോട് പറയാൻ അല്പം ബുദ്ധിമുട്ടുണ്ട് അല്ലെ? വിവാഹം കഴിക്കാൻ വല്ല പ്ലാൻ ഉണ്ടോ? കഴിപ്പിക്കുവോ? അല്ല സോറി, കഴിക്കുവോ? ഇതിന് ശേഷം നോക്കണം. ഈ പടം റിലീസ് ചെയ്തതിനു ശേഷമോ? തീർച്ചയായിട്ടും. എങ്ങനെയുള്ള പെൺകുട്ടിയായിരിക്കും വിവാഹം കഴിക്കുന്നത്? സെലിബ്രിറ്റി ആണോ, സിനിമാ നടിമാരെയാണോ, അതോ? പക്ഷെ ഞാൻ ആദ്യം പറയാണ്, ഇപ്പൊ ഞാൻ ക്യാമറ ഒഴിച്ച് എല്ലാ ജോലികളും ചെയ്തു. തീർച്ചയായിട്ടും 25-ാമത്തെ പ്രാവശ്യം അതല്ല ആ സമയം അപ്പൊ നമുക്ക് അത് വലിയൊരു കാര്യമാണെന്നോ അത് ഭയങ്കര സംഭവമെന്നില്ല പറയണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറയുന്നു അതിനേക്കാൾ കഷ്ടപ്പാടാണ്, നിങ്ങൾ ചോദ്യം ഉത്തരം പറയുന്നത്, അതിനേക്കാൾ കഷ്ടപ്പാടാണ് യഥാർത്ഥത്തിൽ ഒരു വീട് കൊണ്ടുനടക്കാൻ. എനിക്ക് 3 വീടുണ്ട്. ഈ 3 വീടും അടിച്ചുവാരലും ഇതിലുള്ള എല്ലാ പണികളും ഞാനാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ എന്നെ ഒരാളെ കൊണ്ട് നടക്കാനുള്ള കഷ്ടപ്പാടും അതിന് വേണ്ടി വരുന്നത് ആലോചിക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്നു, ഒരു സ്ത്രീ അല്ല, ഒരു ടിപ്പിക്കൽ സ്ത്രീയുടെ കാര്യമാണ്. താങ്കളപ്പോ ഇത്രയും കഷ്ടപ്പാടുണ്ടോ വീട്ടിൽ? അല്ല, ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു വീട്ടിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. പ്രേക്ഷകർക്ക് അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ കിടിലായിട്ട് ഇന്റർവ്യൂ ആണ്. നമ്മൾ പ്രേക്ഷകർക്ക് ഒരു ക്യൂരിയോസിറ്റി, സന്തോഷം എങ്ങനെയാണ് ഈ പൈസ ഒപ്പിച്ചത് ഈ ആൽബം പ്രൊഡ്യൂസ് ചെയ്യാൻ? സിനിമ പ്രധാനമായിട്ടും ഞാൻ പറയട്ടെ, എല്ലാ ജോലികളും ഞാനാണ് ചെയ്തത്. പൈസയെ പറ്റിയിട്ട് അധികം ഇത് എനിക്ക് ഉണ്ടായിട്ടില്ല. ഇടാനൊക്കെ പൈസ കൊടുക്കണ്ടേ ക്യാമറ? തീർച്ചയായിട്ടും എനിക്ക് കൂടുതലുള്ള വീടുകളിൽ ഒരു വീട് വിറ്റു. ഗ്രാമങ്ങളുടെ കടുത്ത ആരാധകനാണ്. അങ്ങനെ ഞാനെന്ത് ചോദിച്ചു കഴിഞ്ഞാൽ, വളരെ ഇപ്പൊ കോഴിക്കോട് ഞാൻ താമസിക്കുന്ന മലേന്റെ മുകളിലാണ്. എന്റെ വല്ല ആരാധകൻ എന്റെ വീട്ടിലേക്ക് ഞാൻ വന്നാൽ അതുകൂടെ അവസ്ഥക്ക് വരും. കാരണം ഞാൻ അത്രയും ശരിക്കും പറഞ്ഞാൽ സിറ്റി ലൈഫ് ഞാൻ വെറുക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് ഗ്രാമങ്ങളാണ് ഇഷ്ടം. കാരണം നല്ല പച്ചപ്പുണ്ട്, നല്ലൊരു ശ്വാസം കിട്ടും. മലയുടെ മുകളിൽ പോയി താമസിക്കുക, അത് ഒരു ശാന്തമായ ഒരു അന്തരീക്ഷം. ഈ കിട്ടിയ അവസരത്തിൽ ഞാൻ വേഗം സിറ്റി വീട് വിറ്റിട്ട് ഗ്രാമത്തിലേക്ക് മാറുകയുണ്ടായത്. അങ്ങനെ കൃഷ്ണരാജ് എടുത്തു. ഇനി താങ്കൾ ഇത് കണ്ടിട്ട് താങ്കൾ ഏതെങ്കിലും മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ, താങ്കൾക്ക് കൃഷ്ണനും രാധയും എന്ന സിനിമ ഇറങ്ങിയില്ലായിരുന്നു, താങ്കൾ അഭിനയിച്ചില്ലായിരുന്നെങ്കിൽ മലയാളം ഇൻഡസ്ട്രിയിലുള്ള ആരെ കൊണ്ടായിരിക്കും ഈ പറഞ്ഞ ജോണിന്റെ ക്യാരക്ടർ അഭിനയിപ്പിക്കുക? തീർച്ചയായിട്ടും എനിക്ക് ലാലേട്ടനെ കൊണ്ട് ചെയ്യിക്കണമെന്നുണ്ടായിരുന്നു. ലാലേട്ടൻ ഈ ആഗ്രഹം പറഞ്ഞിട്ടുണ്ട്? ഇല്ല, ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇല്ല. എനിക്കൊന്ന് ഈ ഷോ എങ്ങനെയാണെങ്കിലും പറഞ്ഞ് ലാലേട്ടന്റെ അടുത്ത് അങ്ങനെയാണെങ്കിൽ കൃഷ്ണനും രാധ എന്ന ക്യാരക്ടറിൽ ജോൺ താങ്കൾ ചെയ്യിപ്പിക്കുന്ന ലാലേട്ടനെയാണ്. ഈ പ്രിയ എന്ന് പറയുന്ന ക്യാരക്ടർ ആരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ താല്പര്യം? അതിനെപ്പറ്റി ഞാൻ തീർച്ചയായിട്ടും ഒരു പുതുമുഖത്തെ അല്ല, അങ്ങനല്ല ഞാൻ പറഞ്ഞത്. അതൊരു 14 വയസ്സ് ലുക്ക് തോന്നുന്ന പെൺകുട്ടി വരണം. എത്രയോ ആൾക്കാരുടെ 14 വയസ്സ് ലുക്ക്. അല്ല, ഓക്കെ, അത് നമ്മൾ നോക്കണം. ഇപ്പൊ നമുക്ക് വളരെ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആളുകളൊന്നും അതിനേക്കാൾ പ്രായം ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടി ചെറിയ കുട്ടി വരണം. ആ പുതുമുഖത്തെ വെക്കുന്നതായിരിക്കും നല്ലത്. അടുത്ത പടത്തിൽ ഞങ്ങളെ അഭിനയിപ്പിക്കോ? തീർച്ചയായും. എന്തായാലും ഇനി നമ്മുടെ സമയം അനുവദിക്കാത്തതുകൊണ്ട് പെട്ടെന്ന് 2-3 സ്പീഡിലുള്ള ചോദ്യങ്ങൾ വെച്ചിട്ട് നന്നായിട്ട് ഇന്റർവ്യൂ. എനിക്കൊന്ന് യൂട്യൂബിൽ ഈ എപ്പിസോഡ് തകർക്കല് അല്ലേ? സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുന്ന വ്യക്തി ഇത് ഹോളിവുഡിൽ ഇറക്കാൻ പ്ലാൻ ചെയ്യുന്നു. പ്ലാൻ ചെയ്യില്ലല്ലോ, ഞാൻ ഒരേ സമയം തന്നെ തമിഴ് ഹിന്ദിയും ചെയ്തിട്ടുണ്ട്. ഇതാരാണ് ഹോളിവുഡിൽ ഇറക്കാൻ ഇത്ര പ്രേരിപ്പിക്കുന്നത് താങ്കളെ? അയ്യോ, അങ്ങനെയൊന്നുമല്ല. ഞാൻ ആ ഫസ്റ്റ് സിനിമ ഒരേ സമയം ഞങ്ങള് തമിഴിലും ഹിന്ദിയിലും ചെയ്ത സിനിമയാണ്. എന്നാലും എനിക്ക് സമയം കിട്ടാത്തത്. ഞാൻ പറഞ്ഞില്ല, എല്ലാ ജോലിയും ഞാൻ തന്നെ ചെയ്യുന്നുണ്ട്. പുറമേ ഉള്ളവർക്ക് പറയാം ഇയാളെന്തോ സ്വാഭാവികം. അപ്പൊ അതുകൊണ്ടാണ് തമിഴ് ഹിന്ദി എത്രയും പെട്ടെന്ന് റിലീസ് ചെയ്യണം. അപ്പൊ നിങ്ങൾ നേരത്തെ ചോദിച്ചതിന്റെ ഉത്തരമാണ് ഞാൻ പറയുന്നത്. ഇതിപ്പോ കേരളത്തിൽ ജനത തന്നെ കൈവിട്ടാലും ഇതേ തമിഴ് ഹിന്ദി ഇതേ കേരള ജനതയെ ഞാൻ കാണിക്കും. വളരെ വ്യത്യാസമുണ്ട്. തമിഴ് ഹിന്ദിയും കുറച്ച് വ്യത്യാസം വരും. അത് താങ്കൾ തന്നെയാണ് അഭിനയിക്കുന്നത്? സെയിം അതേ ടീമിന് ഡബ്ബിയാണോ? ഞങ്ങൾ 3 ഭാഷയിൽ പറഞ്ഞിട്ടാണ് ചെയ്തിരിക്കുന്നത്. 3 ഭാഷയിൽ പറഞ്ഞിട്ടുണ്ടോ? ഇനി ആ ജനഹൃദയങ്ങളിൽ ഹിറ്റായ ഒരു ഡയലോഗ് ഉണ്ട്, മറ്റേ ആ കോഴിയുടെ മുട്ടയുടെ, അതൊന്ന് ആ സ്റ്റൈലിലൊന്ന് പ്രേക്ഷകർക്ക് വേണ്ടി പറഞ്ഞ വലിയ ഉപകാരമായിട്ട്. നമ്മളിപ്പോ അത്ര ഇങ്ങനെ ചിരിച്ചിങ്ങനെ സംസാരിക്കാനിടയിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു ആക്ടർ എന്ന് പറയുന്നത് പെട്ടെന്ന് സ്പോട്ടിൽ ഡയറക്ടർ ചെയ്യുന്നതാണല്ലോ. താങ്കൾ ഡയറക്ടർ കൂടെ ആകുമ്പോൾ താങ്കൾ മനസ്സിലാവും. ശരി, ഒരു ചെറിയൊരു ഡയലോഗ്. ഒരു പട്ടിക്ക് അതിന്റെ വാല് കൊണ്ട് നാണം മടക്കാനാവില്ല. ഒരു കോഴിയുടെ നിറം കറുപ്പാണെന്ന് കരുതി അതിടുന്ന മുട്ടയുടെ നിറം കറുപ്പാണെന്ന് തെറ്റിദ്ധരിക്കരുത്. നീ വലിയവനാകാം എന്ന് കരുതി ഞാൻ ചെറിയവനാണെന്നുള്ള അർത്ഥമല്ല. ഒരു ഓയിൽ എത്ര മുക്കിയാലും ആനയോളം പിണ്ടം വിടുതെന്നാണ്. കാണാന്നല്ല, വിട് കണ്ടിരിക്കുന്നു പറ. എന്തായാലും ഒരുപാട് സന്തോഷ് പണ്ഡിറ്റ് ഇവിടെ വന്നതിലും ഞങ്ങളോട് പ്രത്യേകിച്ച് എന്തെങ്കിലും വിരോധങ്ങൾ തോന്നുന്നുണ്ടോ? ചോദ്യങ്ങളൊക്കെ അറിയാലോ. തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ സത്യം പറയാലോ, നിങ്ങളുടെ ഞാൻ വരുമ്പോൾ നിങ്ങൾക്കറിയാം വളരെ ടെൻഷനിലൂടെയാണ് വന്നത്. കാരണം ഒരു സൈഡിൽ ജിത്തുവായും ചോക്ലേറ്റ് വായുടെ ഷൂട്ടിങ്ങും, മറ്റേ സൈഡിൽ ടെൻഷൻ കൊണ്ടുനടക്കുന്നത് കുറെ എനിക്ക് ഞാൻ ചിന്മുദ്ര പിടിക്കുന്നുണ്ട് കയ്യിലെപ്പോഴും ഇങ്ങനെ. അങ്ങനെയെങ്കിലും വെച്ചു കുറച്ച് പേരുണ്ട്. പക്ഷെ പലപ്പോഴും ഞാൻ ഈ വെക്കുന്ന ആളുകള്
പലപ്പോഴും നമ്മളെ അതുകൊണ്ടാണ് ശരിക്കും ഇതൊക്കെ ചെയ്യേണ്ടി വന്നത്. ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കും അങ്ങനത്തെ വല്ലതും ഉണ്ടോ? അങ്ങനല്ല, നമ്മൾ പലപ്പോഴും ഏൽപ്പിക്കുന്ന ജോലികൾ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് തലവേദനയാവും. താങ്കളെ കൊണ്ടുവന്നതിന്റെ മെയിൻ ഉദ്ദേശം തന്നെ താങ്കൾ വ്യൂവർഷിപ്പ്, താങ്കൾ നെഗറ്റീവ് അല്ല ആയക്കൂടെ, താങ്കൾ ഹിറ്റായ ഒരു വ്യക്തിയാണ്. താങ്കൾക്ക് അത്രയും ആൾക്കാർ ഈ എപ്പിസോഡ് കാണുമെന്ന് കരുതിയിട്ട് തന്നെയാണ് താങ്കൾ കൊണ്ട്. അത് താങ്കൾ മനോഹരമായി ചെയ്തു. ഞങ്ങളോട് എന്തെങ്കിലും അവസാനമായിട്ട് ചോദിക്കാനുണ്ടോ? എന്തും ചോദിക്കാം, എന്തും എന്തും ചോദിക്കൂ. ഞാൻ പ്രേമത്തിനെ പറ്റിയിട്ട് നിങ്ങൾക്കൊരു ഡെഫിനിഷൻ തരേണ്ടായി. ആ രീതിയിൽ നിങ്ങൾ ആരും പ്രേമിച്ചിട്ടുണ്ടോ? ആ ഡെഫിനിഷന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നിങ്ങൾ പ്രേമിച്ചോ ഞാൻ ചോദിക്കുന്നില്ല. ഈ ഡെഫിനിഷന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ദാറ്റ് ഈസ് സന്തോഷം പറഞ്ഞ കാര്യമാണ്. ഒരു ഇത് ഞാനും പറഞ്ഞു നടക്കുന്ന ചിത്രശലഭമാണ്. സന്തോഷം ഞാൻ പറയാം, ഞാനും ചിത്രശലഭം തന്നെയാണ്. പക്ഷെ എന്റെ മുമ്പിൽ ആരെങ്കിലും പുറത്തു കൊണ്ട് ഈ സൂചി കുത്താൻ സമ്മതിക്കത്തില്ല. അല്ല, അത് രീതി പ്രേമിച്ചോന്നേ മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. പ്രേമിച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ. ഇഷ്ടം പോലെ. അപ്പൊ അതിന്റെ ഉത്തരേ ഒരുപാട്. അല്ല, ഇവിടെയോ? ഇല്ല. ഇനി രാത്രി ആ രീതിയിൽ അല്ലാതെ പ്രേമിച്ചിട്ടുണ്ട്. അതുമില്ല. എനിക്ക് കാളവണ്ടിക്ക് സെന്ററിലൊക്കെ. ഇനിയും നമുക്ക് ഒരു ചെറിയൊരു ഗാനത്തോടു കൂടി രാത്രി ശുഭരാത്രി. ഈ പാട്ട് ശരിക്കും ലൈവായിട്ട് പാടണമെങ്കിൽ ആ കുട്ടി കൂടെ ഇവിടെ വേണമായിരുന്നു. ആ ഏതെങ്കിലും ഒരു കുട്ടി അതേപോലെ. അപ്പോട്ടെ തൽക്കാലം ഇല്ലാത്ത ശരിയല്ല, ഞാൻ ഓർത്ത് ഊഹിച്ചു പറഞ്ഞു. അതേ നടക്കൂ. എനിക്ക് ആ കാമാക്ഷിയാണ് കാണേണ്ടത്. റെഡി? രാത്രി ശുഭരാത്രി ഇനിയെന്നും ശിവരാത്രി, ജന്മം പുനർജന്മം നീയെന്നും കാമാക്ഷി, രാഗമനുരാഗം നീയെന്നും അനുരാഗി, പ്രേമം പുതുപ്രേമം നീയെന്നും മണവാട്ടി, ഓ പ്രിയേ ഓ പ്രിയേ ഓ പ്രിയേ. ഞാൻ പാടുമ്പോൾ മറ്റുള്ളവർ റെക്കഗ്നൈസ് ആകുമ്പോൾ സന്തോഷമില്ലേ? തീർച്ചയായും ഒരുപാട് സന്തോഷം. കളിയാക്കിയൊന്നുമല്ല, സന്തോഷമില്ല. ഞങ്ങൾ ചോദിക്കാൻ വരുന്ന നിങ്ങളുടെ ചോദ്യം ജനങ്ങൾ ആഗ്രഹിക്കുന്ന. ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, അതാണ് ബ്രദർ. ഇനി ഒന്ന് ഫീൽ ചെയ്യാം കണ്ടിട്ട് അതിന്റെ റെസ്പോൺസ്. രാത്രി ശുഭരാത്രി. രാത്രി ശുഭരാത്രി. രാത്രി ശുഭരാത്രി ഇനിയെന്നും ശിവരാത്രി, ജന്മം പുനർജന്മം ഇനിയെന്നും ശിവരാത്രി, ജന്മം പുനർജന്മം നീയെന്നും കാമാക്ഷി. ഈ എപ്പിസോഡ് ഒരു ഫൺ എന്ന രീതിയിൽ മാത്രമേ നിങ്ങൾ എടുക്കാവൂ. ആരെയും ഹേർട്ട് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല. സോ ടൈം ഫോർ us to wind up, അല്ലേ? Yes. Good night. This is Giovanni Izate.